എൻ്റെ പേര് രമ്യ, ഇതെൻ്റെ മകൾ ഇസബെല്ല. ഞങ്ങൾ വരുന്നത് അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ ടെക്സാസിൽ നിന്നാണ്. എൻ്റെ മകൾക്ക് ഹാർട്ടിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു സെപ്റ്റംബർ 5. ഞങ്ങൾ ജൂണിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പേരൻസിനെ എല്ലാം കാണാനായിട്ട്. ജൂലൈയിൽ ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മോള് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടമ്മേ. അപ്പോൾ അവൾക്ക് ചെറുപ്പം മുതൽ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരികെ ഇവിടെ ഹോസ്പിറ്റലിൽ വരണമെന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങളങ്ങനെ ഓഗസ്റ്റ് അവസാനമായപ്പോഴത്തേനും ഞങ്ങൾ നാട്ടിൽ വന്നു. ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നു സർജറിക്ക് 5-ാം തീയതി. സെപ്റ്റംബർ 5 ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളാണ് വീട്ടിൽ. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ഒത്തിരി വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നോട് പറഞ്ഞു, രമ്യ നീ കൊച്ചിന് സർജറിക്ക് പോകുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുക്കണമെന്ന്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വരാനായിട്ട്. പക്ഷെ കൂടുതൽ നിർബന്ധിച്ചപ്പം ഞാൻ വന്നു, എൻ്റെ മോളെയും കൂട്ടി വന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടിക്ക് 3 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര ആൾക്കൂട്ടവും തിരക്കും, എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ മോള് പറഞ്ഞു, മമ്മി എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അവൾ പറഞ്ഞല്ലോ എൻ്റെ കുറ്റമല്ല, അന്ന് നമുക്ക് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ പിറ്റേ ദിവസം ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിലാണ് സർജറി നടന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നൈയിലേക്ക് തിരിച്ചു പോയി. തിങ്കളാഴ്ച സെപ്റ്റംബർ 5 തിങ്കളാഴ്ച കുഞ്ഞിനെ സർജറിക്ക് കയറ്റി. അന്ന് രാത്രി സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സർജറി എല്ലാം 100% സക്സസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, മോള് സെഡേഷനിലാണ്, ഉണരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി മോൾ കണ്ണു തുറന്നു, എന്നെ കാണണമെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി മോളെ കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തിരിച്ച് റൂമിലോട്ട് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും മോള് ഞങ്ങളെ തിരിച്ചറിയുന്നില്ല, ഡിസോറിയൻറ്റഡാ, കൺഫ്യൂസ്ഡാ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, രമ്യ മോൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, നീ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല ഷാൻഡു, അതൊക്കെ മാറിക്കോളും, അതൊക്കെ ഈ മരുന്നിൻ്റെയാ, വിഷമിക്കേണ്ട, അതൊക്കെ മാറിക്കോളും. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു, ഇസബെല്ല കൺഫ്യൂസ്ഡ് ആണ്, ഡിസോറിയൻറ്റഡ് ആണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവളുടെ എല്ലാ സിസ്റ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, വെൽ ഫങ്ഷൻഡ് ആണ്. അവൾക്ക് ഓപ്പറേഷൻ ചെയ്ത ഏരിയ 100% സക്സസ് ആണ്, ഒരു കുഴപ്പമില്ല, അത് വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. എന്താണ് പ്രോബ്ലം, കൊച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസോറിയൻറ്റഡ് ആവുന്നത്? കൺഫ്യൂസ്ഡ്, കൈയും കാലെല്ലാം വിട്ട് അടിക്കുന്നു, ഭയങ്കര അഗ്രസീവ്, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ തകർന്നു. എനിക്ക് മനസ്സിലായി എല്ലാം കൈവിട്ടു. ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞു, മോളെ നീ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ല്, നീ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിലെ ധ്യാനം നീ കേൾക്ക്, ജപമാല എത്തിച്ച് നീ പ്രാർത്ഥിക്കുക, സാക്ഷ്യങ്ങൾ കേൾക്ക്, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അത്ഭുതങ്ങൾ സംഭവിക്കും, നീ പ്രാർത്ഥിക്കും മോളെ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അവർ UK-ലാണ്. രമ്യ നീ പോയി ഉടമ്പടി എടുക്കുക, കുഞ്ഞിന് അത്ഭുതം സംഭവിക്കും. പക്ഷേ എൻ്റെ ഭർത്താവും എൻ്റെ 2ാമത്തെ ചേച്ചിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, മാതാവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുമല്ലോ. ഇപ്പം ഈ രോഗാവസ്ഥയിൽ ICU കിടക്കണ എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് എന്തിനാണ് നീ ഇപ്പം അവിടേക്ക് പോകുന്നത്? കുഞ്ഞിനിപ്പം നിന്നെയാണ് ആവശ്യം. അങ്ങനെ ഞായറാഴ്ച ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ റീവെൻറ്റിലേറ്റ് ചെയ്യണം, കാരണം അവൾ ഭയങ്കരമായിട്ട് കൈയും കാലിട്ട് അടിക്കുന്നു. ഓപ്പറേഷൻ ഹൃദയത്തെ ഇവിടെ സെൻറ്ററിൽ കൂടെ നടത്തിയത്, അതുകൊണ്ട് സ്റ്റിച്ചസിൻ്റെ കാര്യത്തിൽ അവർക്ക് പേടിയുണ്ട്. കൈയും കാലിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും സ്റ്റിച്ച് വീണ്ടും പൊട്ടി, പിന്നെ അത് വീണ്ടും കോംപ്ലിക്കേഷനിലോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾ അവളെ റീവെൻറ്റിലേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കംപ്ലീറ്റ് ആയിട്ടും തകർന്നു. ഞങ്ങളങ്ങനെ തിരികെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് ചെന്നൈയിൽ ഞങ്ങൾ നിന്നത്. അവിടേക്ക് പോന്നു. ദിവസത്തിൽ 2 പ്രാവശ്യം കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുകയുള്ളൂ, രാവിലെ 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അവിടെ ഇരുത്താൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് പോന്നു.
ചേച്ചിയുടെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, രമ്യയെ നീ ഉടമ്പടി എടുക്കാൻ നീ ഇപ്പം പോയില്ലെങ്കിൽ ഞാൻ വന്ന് കൊച്ചിന് വേണ്ടി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലോട്ടൊരു ചിന്ത വന്നു, എനിക്കിത്ര ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? ഞാനല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരും കേരളത്തിലേക്ക്, എനിക്ക് നാളെ തന്നെ പോയി ഉടമ്പടി എടുക്കണം. എൻ്റെ ഭർത്താവ് പറഞ്ഞു, രമ്യേ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്, നീ ഇവിടെ നിൽക്കണം, ഇപ്പം നീ ഇവിടെയാണ് നിൽക്കേണ്ടത്. എൻ്റെ ചേച്ചി പറഞ്ഞു, രമ്യ നീ അവനെ വിഷമിപ്പിക്കല്ലേ, അവന് ഒത്തിരി സ്ട്രെസ്സുണ്ട്, നീ ഇപ്പോൾ പോവരുത്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കും. ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് എന്താണെങ്കിലും ടിക്കറ്റ് എടുത്ത് തരണം. അങ്ങനെ ഞാൻ ഞായറാഴ്ച രാത്രി ഞാൻ അവിടുന്ന് ഫ്ലൈറ്റിന് കൊച്ചിയിൽ വന്നിറങ്ങി. ഞാൻ ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ തന്നെ കൊച്ചിനെ റീവെൻറ്റിലേറ്റ് ചെയ്തു. ഞാൻ എങ്ങനെയാണ് എത്തിയതെന്നൊന്നും എനിക്കറിയില്ല. എയർപോർട്ടിൽ ഞാൻ അത്രയും അപ്സെറ്റായിരുന്നു, വേദനയോട് കൂടിയാണ് ഞാൻ പോയത്. എയർപോർട്ടിൽ വെച്ച് ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, തിരിച്ചു വരുമ്പം ഇതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ വരുള്ളൂ, വിഷമിക്കാതിരിക്കുക, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഞായറാഴ്ച ഞാൻ രാത്രി ഇവിടെ എത്തി. തിങ്കളാഴ്ച രാവിലെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ഇവിടെ വന്നു. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ ഒരു വാക്ക് പോലും വിടാതെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. കാരണം എനിക്കത് അണുവിടാതെ പാലിക്കണം. എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം കിട്ടണം, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം എൻ്റെ മകളിലൂടെ. അങ്ങനെ ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉടമ്പടി ലൈന് വേണ്ടിയിട്ട് മുൻവശത്ത് മാതാവിൻ്റെ അവിടെ നിൽക്കുവാണ്. ആ ലൈനിൽ നിൽക്കുവാണ് ഞാൻ. ഉടമ്പടിക്ക് വേണ്ടി ഉടമ്പടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ലൈനിൽ നിൽക്കുവാണ് അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെറുതെ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊരു മെസ്സേജ് കിടക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ. ഞാൻ പേടിച്ചു പോയി, ദൈവമേ ഇനി അടുത്തത് എന്തായിരിക്കും മാതാവേ? അത് വേറെ ഒന്നും ആയിരുന്നില്ല, ഇങ്ങനെയായിരുന്നു മെസ്സേജ്. രമ്യയെ നമ്മുടെ മോളെ കണ്ണ് തുറന്നു, എന്നെ നോക്കി, ഡാഡിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ കണ്ണിലോട്ട് നോക്കി, എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു, കാലനക്കി, കൈയനക്കി, പറയുന്ന കമാൻഡ്മെൻറ്റ്സ് എല്ലാം അവൾ ഫോളോ ചെയ്യുന്നു. അത്രയും ദിവസം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. മാതാവിനോട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, അമ്മയുടെ മകൻ കുരിശേ കിടന്ന് മരിച്ചപ്പോൾ അമ്മ ചിന്തിയ വേദനയോടുകൂടി, അമ്മ അനുഭവിച്ച വേദനയോടുകൂടി എൻ്റെ വേദനയും കൂടി ചേർത്ത് നിൻ്റെ മകനോട് എനിക്ക് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അമ്മ എനിക്ക് അപ്പം തന്നെ മറുപടി തന്നു, എൻ്റെ മോൾ കണ്ണു തുറന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോയി രാത്രിയാണ് ഞാൻ ചെന്നത്. പിറ്റേ ദിവസം ഞാൻ മോളെ കാണാനായിട്ട് ഞാൻ പോവുകയാണ്, ICUലേക്ക് കയറുവാണ്. അപ്പോൾ എനിക്ക് ഉടമ്പടി തൈലം കയ്യിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഇങ്ങനെ ബാഗിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോഴത്തേനും സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു, സാരില്ല മോളെ, നീ കൂടെ കരുതിക്കോ. എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഞാൻ ഉടമ്പടി തൈലവുമായിട്ട് ഞാൻ ICUവിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കൃപാസനം മാതാവ് എൻ്റെ കൂടെ നടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, മാതാവ് എൻ്റെ കൂടെ നടക്കുന്നു, ഒരാളും കൂടി മാതാവ് എൻ്റെ കൂടെ നടക്കുന്നു ICUവിലേക്ക്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ICUവിൻ്റെ ഉള്ളിൽ കയറി, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊച്ചിൻ്റെ നെറ്റിയിൽ പൂശി. മോളോട് ഞാൻ പറഞ്ഞു, മോളെ നീ വിശ്വാസ പ്രമാണം മനസ്സിൽ ചെല്ല്. അവൾ അപ്പോഴും വെൻറ്റിലേറ്ററിൽ തന്നെയാണ്, പക്ഷേ അവൾ വർത്താനം പറയുന്നുണ്ട്, സൗണ്ട് വളരെ നാരോയായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവളൊരു വെൻറ്റിലേറ്ററിലായ ഒരു കൊച്ചിനെ പോലെയല്ല അവൾ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. വളരെ നോർമലായിട്ട്, അവൾ എങ്ങനെയാണോ സർജറിക്ക് കയറിപ്പോയത് അതുപോലെ അത്രയും സ്മാർട്ടായിട്ട് അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവളും ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടുകൂടി തിരിച്ച് ഞാൻ പോന്നു. റൂമിലെത്തി. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് പല ദിവസങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉറക്കക്ഷീണമായിരുന്നു എനിക്ക്. ഞാൻ കുളിച്ച് ജപമാല കയ്യിലെടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, വൈകുന്നേരത്തെ വിസിറ്റിങ്ങിന് നിങ്ങൾ പോയാൽ മതി, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, അവൾക്ക് പ്രാർത്ഥനയാണ് ഇപ്പോൾ ആവശ്യം, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ വരുന്നില്ല. ഞാനങ്ങനെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി, എപ്പോഴോ ഞാൻ മയക്കത്തിലേക്ക് പോയി. പെട്ടെന്ന് വലിയൊരു ഇടിവെട്ട് പോലെ എൻ്റെ ഇടത് ഭാഗത്ത് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഭയങ്കര ഒരു ഇടിവാൾ പോലെ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ചാരക്കളറുള്ള കൃപാസനം മാതാവ് ഒരാളുടെ പൊക്കത്തിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചാടി എണീറ്റു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ
പല സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ളൂ. കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ, ഇടിവെട്ട് പോലെ നിങ്ങളിലേക്ക് കർത്താവിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന്. പക്ഷേ അത് എനിക്കുണ്ടായി. അതെ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ അനുഭവം തന്നെയാണ്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ വന്നു. രമ്യ, ഞാൻ കൊച്ചിനെ കണ്ടു, ഡോക്ടറിനോട് സംസാരിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇസബെല്ലേനെ 2 ദിവസം കഴിയുമ്പം വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും, അവൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് മിറാക്കിളാണ് ഇവിടെ സംഭവിക്കണേ. കൊച്ചെന്നോട് പറഞ്ഞു, രമ്യ എനിക്കൊരു ജപമാല വേണം ഡാഡി, എനിക്കൊരു ബൈബിൾ വേണം. പിന്നെ ഞാൻ നോക്കി നിന്നില്ല. ഞാനൊരു ഊബർ വിളിച്ച് ഞാൻ പോയി ഹോസ്പിറ്റലിലോട്ട്. കുഞ്ഞിന് ഞാൻ ജപമാലയും ബൈബിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ചെറുത് ജപമാല കൊണ്ടേ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരികെ വീണ്ടും വന്നു വീട്ടിലേക്ക്. പിറ്റേ ദിവസം രാവിലെ 8 മണിയാകുമ്പോൾ വീണ്ടും വിസിറ്റിംഗ് ടൈം, 10 മണിക്ക് വീണ്ടും വിസിറ്റിംഗ് ടൈമുണ്ട്. എൻ്റെ ഭർത്താവ് മാത്രമേ പോയുള്ളൂ. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ് എന്നോട് വിളിച്ച് പറയുക, രമ്യേ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു കൊച്ചാണെന്ന് പോലും തോന്നില്ല, കട്ടിലേൽ എണീറ്റിരുന്ന് ഡാഡി അകത്തേക്ക് വാ, വേഗം വാ എന്ന് വിളിച്ച് എന്നോട് പറയണു. ആ വെൻറ്റിലേറ്റർ അവളുടെ വായിലുണ്ടെങ്കിൽ പോലും, ആ ട്യൂബെല്ലാം ഉണ്ടെങ്കിൽ പോലും അവളുടെ സൗണ്ട് നോർമലായിട്ടുള്ളൊരാൾക്കാരെ പോലെ മിടുക്കിയായിട്ട് കട്ടിലേൽ എണീറ്റിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കണു. ഡോക്ടേഴ്സ് പറഞ്ഞു 1 മണിക്കൂറിനകം അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും. ഞാൻ പാഞ്ഞു ചെന്നു. കൊച്ചിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി, ഒരു കുഴപ്പമില്ല. ഞാൻ കയറി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്ത് മിറാക്കിൾ സംഭവിക്കണം, അവൾ ഭയങ്കര മിറാക്കിൾ ബേബിയാണ്, ഇതെന്താ സംഭവിക്കണം ഇവിടെ. ഞാൻ പറഞ്ഞു ഇത് വേറെ ഒന്നുമല്ല, ഇത് കൃപാസനം മാതാവിൻ്റെ അത്ഭുതമാണ്. ഇത് എൻ്റെ കയ്യിൽ ജപമാല ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു. ഈ മാതാവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ മകളിൽ ഇപ്പോൾ കാണാനുണ്ടായത്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പം ഞങ്ങളിൽ ഒരാൾ റൂമിൽ നിന്നേ പറ്റൂ. അപ്പം ഞാൻ പോയി. എൻ്റെ ഭർത്താവിന് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായതുകൊണ്ട് ഭർത്താവിന് നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പം മോൾക്ക് ബുദ്ധിമുട്ട്. അതിന് മുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൊച്ചിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ മദർ മേരി എൻ്റെ അടുത്ത് വന്നു, എന്നെ 2 പ്രാവശ്യം ഇസബല്ല ഇസബല്ല എന്ന് വിളിച്ചു. അവൾക്കറിയില്ല ഞാൻ കൃപാസനത്തിൽ വന്ന കാര്യമോ അവളിങ്ങനെ വെൻറ്റിലേറ്ററിലാക്കിയ കാര്യമോ അവളിങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുള്ള കാര്യം ഒന്നും അവൾക്കറിയില്ല. ഞാൻ അവളോട് ചോദിച്ചു, മോനെ എങ്ങനെ അറിയാം അത് മദർ മേരി ആയിരുന്നെന്ന്. എന്നോട് പറഞ്ഞു, അമ്മേ വേറെ ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, അത് മദർ മേരിയാണ്. ഞാൻ കേട്ടു, സൗണ്ട് കേട്ടു, ഇസബല്ല ഇസബല്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണു തുറന്നതെന്ന്. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് തന്നെയാണ്. കാരണം ഞാൻ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു, അമ്മേ കൃപാസനം മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് നിൽക്കണേ, ഒരമ്മയുടെ വാത്സല്യവും സംരക്ഷണവും സമാധാനവും നൽകി നീ എൻ്റെ മകളുടെ അടുത്ത് നിൽക്കണേ, അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എൻ്റെ കുഞ്ഞിനെ നീ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് അമ്മ മേരി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തിയത്. അങ്ങനെ റൂമിലോട്ട് മാറ്റി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ. മെഴുകുതിരി ആദ്യം കത്തിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് വരുമല്ലോ, അത് കുഞ്ഞിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് ഓർത്തു. ഞാൻ അങ്ങനെ ബാത്റൂമിൽ, അവിടെ വാഷ്റൂമിൽ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. മാതാവിൻ്റെ രൂപവും മെഴുകുതിരിയും കൂടിയും കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പനി മാറുന്നില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി പനി മാറുന്നില്ല. പനി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്നേ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ വിട്ടേനെ. ഡോക്ടേഴ്സ് പറഞ്ഞു പനി മാറട്ടെ എന്നിട്ട് വിടാം. അപ്പോൾ പനി മാറുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഭയങ്കര വേദന, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഈ ബാത്റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ രൂപം ബാത്റൂമിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര വേദന തോന്നുന്നു. എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കണം. പിറ്റേ ദിവസമായപ്പോഴത്തേനും എല്ലാം മാറി. പിറ്റേ ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അടുക്കി ഞങ്ങൾക്ക് എപ്പോഴും എന്ത് പ്രാർത്ഥിക്കുന്നോ അതിനൊക്കെ ഉത്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് പോന്നു. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ 2.5 മാസമായി. ഇതായി നിൽക്കുന്ന മോളാണ്. ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ
തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ചോദിക്കുമായിരുന്നു, എൻ്റെ കസിൻസിനോടും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ ഭർത്താവിനോടൊക്കെ ചോദിക്കുമായിരുന്നു, രോഗശാന്തി കിട്ടണതായിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും രോഗശാന്തി നൽകിയതായിട്ട് നിങ്ങൾക്കറിവുണ്ടോ? അതുകൊണ്ട് ഇതിനകത്തൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഈശോ കർത്താവ് സ്വന്തം മകളിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. രോഗശാന്തി എന്നുണ്ടെന്നും അത് ഈശോയുടെ അനുഗ്രഹമാണെന്നും മാതാവിൻ്റെ അനുഗ്രഹമാണെന്നും എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ചു. പ്രാർത്ഥന ഇല്ലാതിരുന്ന എൻ്റെ വീട്ടിൽ ഇപ്പം 2 നേരമാണ് കൊന്ത ചെല്ലണത്. എൻ്റെ ഭർത്താവ് US തിരിച്ചു പോയി ജോലി തുടങ്ങി. ജോലിക്ക് പോകുന്നതിന് മുന്നേ കുരിശ് വരയ്ക്കും, ജോലി കഴിഞ്ഞ് വന്നിട്ടും കുരിശ് വരയ്ക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചെല്ലും. ഭർത്താവിൻ്റെ വിശ്വാസം കൂടുതലായിട്ട് 10 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഞാൻ എന്തെല്ലാം എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ചോ അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി ഞങ്ങൾ തിരിച്ച് US പോവുകയാണ്. ഞങ്ങളുടെ നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ച് മടങ്ങുവാണ്. ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കണം ഒരനുഭവം. ഞാൻ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈ മാതാവിൻ്റെ രൂപത്തിലേക്ക് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. അപ്പം എൻ്റെ മനസ്സിലോട്ട് എനിക്കറിയില്ല അതെന്താ അങ്ങനെ വന്നതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ജോസഫ് അച്ഛൻ്റെ അപ്പനെയും അമ്മയെയും അനുഗ്രഹിക്കണോട്ടോ. കാരണം എന്തോരം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന മക്കൾക്ക് ഈ അച്ഛൻ വഴിയായി മാതാവിനെയും ഈശോയെയും കൂടുതൽ അറിയുവാനും അതുവഴി ആശ്വാസവും സമാധാനം കണ്ടെത്തുവാൻ ഇടയാക്കണം. അച്ഛൻ്റെ അപ്പനെ അമ്മേനെ അനുഗ്രഹിക്കണേ ഈശോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികൾ എന്നെക്കാൾ കഴിയുന്ന വിധം ഞാൻ ചെയ്തു തീർത്തു. ആശുപത്രികളിലൂടെയും വഴികളിലൂടെയും എല്ലാം നടന്ന് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ പത്രം ഞാൻ പലവർക്കുമായിട്ട് ഞാൻ കൊടുത്തു. കാരുണ്യ പ്രവർത്തികളിൽ പലതും ഞാൻ ചെയ്തു. അങ്ങനെ ഈശോയുടെ വലിയൊരു അനുഗ്രഹം, ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എൻ്റെ മൂത്ത ചേച്ചിയും മകനും വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൽ വെച്ച് എന്നെ നിരുത്സാഹപ്പെടുത്തിയ എൻ്റെ ചേച്ചി ഇപ്പം 3 പ്രാവശ്യമായി കൃപാസനത്തിൽ വന്നിരിക്കുന്നു. ഇപ്പം 2 ആഴ്ച കഴിയുമ്പോൾ ചേച്ചി ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മൊത്തം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇപ്പം ഈശോയുടെ നാമം എൻ്റെ കുഞ്ഞു വഴിയായിട്ട് മഹത്വപ്പെട്ടതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോയെങ്കിലും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഈശോയുടെ നാമം എൻ്റെ കുഞ്ഞിൻ്റെ പേരിലൂടെ മഹത്വപ്പെട്ടല്ലോ. ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്.